ഷെയ്ൻ നിഗം നായകനായ ദൃഢം, ഭൂതകാലം എന്നീ ചിത്രങ്ങൾക്കെതിരെ ആരോപണവുമായി മുൻ DGP ആർ ശ്രീലേഖ രംഗത്തെത്തി. അടുത്തിടെ പുറത്തിറങ്ങിയ ദൃഢം എന്ന പോലീസ് ചിത്രം തൻ്റെ കഥ മോഷ്ടിച്ച് നിർമ്മിച്ചതാണെന്ന് ആർ ശ്രീലേഖ സോഷ്യൽ മീഡിയയിലൂടെ ആരോപിച്ചു. വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന ചെറുകഥയാണ് ദൃഢത്തിൻ്റെ മൂലകഥയെന്ന് ശ്രീലേഖ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. സിനിമ കണ്ടപ്പോഴാണ് ചിത്രത്തിലെ കഥയുമായി തൻ്റെ ചെറുകഥയ്ക്കുള്ള സാമ്യം മനസ്സിലായതെന്നും ശ്രീലേഖ പറഞ്ഞു. ദൃഢം ചിത്രത്തിനൊപ്പം ഷെയ്ൻ നിഗമിൻ്റെ മറ്റൊരു ചിത്രത്തിനെതിരെയും അവർ ആരോപണം ഉന്നയിച്ചു. നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഭൂതകാലം എന്ന ചിത്രവും മോഷണമാണെന്ന് ആർ ശ്രീലേഖ ആരോപിക്കുന്നു. 3 വർഷം മുൻപ് തൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഭൂതഭവനം എന്ന അനുഭവക്കുറിപ്പാണ് ഭൂതകാലം എന്ന പേരിൽ സിനിമയാക്കിയത്. സിനിമയുടെ തലക്കെട്ടിൽ പോലും ഈ സാമ്യം വ്യക്തമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ 2 കഥകളുടെയും ലിങ്കുകൾ പങ്കുവച്ചുകൊണ്ടാണ് സിനിമകളുടെ അണിയറ പ്രവർത്തകർക്കെതിരെ മുൻ DGP രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമാ കഥ മോഷണ ആരോപണം നേരിടുന്ന ദൃഢം, ഭൂതകാലം എന്നീ 2 ചിത്രങ്ങളിലെയും നായകൻ ഷെയ്ൻ നിഗമാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. സിനിമകളുടെ അണിയറ പ്രവർത്തകർക്കെതിരെ പരാതി ഉണ്ടെങ്കിലും നായകൻ ഷെയ്ൻ നിഗത്തോട് തനിക്ക് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ടെന്ന് ആർ ശ്രീലേഖ വെളിപ്പെടുത്തി. പറവ എന്ന ചിത്രം കണ്ടതു മുതൽ തനിക്ക് ഷെയ്നെ ഏറെ ഇഷ്ടമാണ്. കാരണം എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന, ഞാൻ ഒരു കുഞ്ഞു സഹോദരനായി കണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെയാണ് ഈ താരത്തെയും കാണാനുള്ളത്. മുൻ DGP ആർ ശ്രീലേഖയുടെ കഥ മോഷണ ആരോപണം സിനിമാ മേഖലയിൽ സജീവ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്.